ഹായ്, കുറേ നാൾക്ക് ശേഷം എമ്മോറ്റിയിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് ലുലു മാളിൽ പോകാൻ വേണ്ടിയായിരുന്നു. ലുലു മാൾ എത്താറായപ്പോൾ നല്ല റഷ് കണ്ടു, പുറത്ത് നല്ല ബ്ലോക്കായിരുന്നു. പിന്നീട് നമ്മൾ അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് നേരെ ചാക്കയിലോട്ട് എമ്മോറ്റിയിലേക്കാണ് വന്നത്. മുത്തുമണിച്ചനെ കൂട്ടി ആദ്യമായിട്ടാണ് മാളിലേക്ക് വരുന്നത് കേട്ടോ. കൂടെ ഉമ്മ, വൈഫ്, താത്ത, മക്കൾ, താത്തയുടെ 2 മക്കൾ, മൂത്തവൻ വന്നില്ല. ഇത്രയും നമ്മൾ വന്നത് കേട്ടോ. നമ്മൾ എസ്കലേറ്റർ ഇറങ്ങി ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഡിസ്പ്ലേ ആണ്. മാൾ വന്നിട്ട് 7 വർഷമായി. അതിൻ്റെ ഡിസ്പ്ലേ ബോർഡാണ് ഈ കറങ്ങുന്നത്. നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് ഫസ്റ്റ് മാൾ എക്സ്പീരിയൻസ് വന്നത് എമ്മോറ്റി ആണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഗൾഫിലായിരുന്നു ഈ മാളിൻ്റെ ഉദ്ഘാടന സമയത്ത്. ഞാൻ 7th ഇയർ ലോഗോയുടെ ബാക്കിലായിട്ടാണ് മാൾ ഓഫ് ട്രാങ്കൂറിൽ ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു ഐറ്റംസെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡിസ്പ്ലേ മാത്രമല്ല സെയിലും ആണ്. അവിടെ നമ്മുടെ സ്കൂളിൻ്റെ തുറക്കുന്ന പിള്ളേർക്കുള്ള എല്ലാ ഐറ്റംസും അതിനകത്തുണ്ട്. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്. ബോക്സ് ആയാലും പെൻസിൽസ് ആയാലും എല്ലാ സംഭവങ്ങളുണ്ട്. ഇവർക്ക് ഇതൊന്നും ആവശ്യമില്ല, ഇവർക്കതിന് സമയമായിട്ടില്ലല്ലോ. എന്നാലും ഐസ് എപ്പോഴും നോക്കി നിൽക്കുകയാണ് എന്തൊക്കെ വാങ്ങണം എന്നുള്ളത്. പിന്നെ താത്തയുടെ മക്കൾ കുറേ നോക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ വില അത്ര പോക്കറ്റ് ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ രാമേന്ദ്രനിൽ കയറി. ഈ എമ്മോറ്റിക്കകത്തുള്ള രാമേന്ദ്രനിൽ കയറിയത്. അവിടെ നിന്ന് താത്തയുടെ മോന് പെൻസിൽ ബോക്സൊക്കെ മേടിച്ചു. അവിടെ ഐസയുടെ കുസൃതിയായിരുന്നു. പിന്നെ രാമേന്ദ്രനിൽ കയറി കുറേ സാധനമൊക്കെ മേടിച്ച് ബില്ല് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. താത്തയുടെ ഇളയ മോൻ ഫാദി ഒരു പെൻസിൽ ബോക്സ് കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഫസ്റ്റ് കണ്ടപ്പോൾ. ആ പെൻസിൽ ബോക്സ് 485 രൂപയുടെ വില ഉണ്ടായിരുന്നു. അത് വില കൂടുതലായതുകൊണ്ടാണ് നമ്മൾ രാമേന്ദ്രനിൽ കയറിയത്. അവിടെ വില കുറച്ച് സാധനം കിട്ടി, പക്ഷേ വേറെ എന്തൊക്കെ മേടിച്ച് 10,600 രൂപയായി. ആ 485 രൂപയുടെ പെൻസിൽ ബോക്സ് വാങ്ങിച്ചതെങ്കിൽ ഇവിടെ കയറാതെ അങ്ങ് പോകുമായിരുന്നു. പിന്നീട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയത്. വലിയ റഷൊന്നുമില്ല കേട്ടോ എമ്മോറ്റിയിൽ, കണ്ടില്ലേ? എവിടത്തെയും പോലെ എവിടെയും ഫുഡ് കോർട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചത് ചിക്കൻ നിന്നാണ്. അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. 999-ന് 15 പീസ് ബ്രോസ്റ്റ് ചിക്കൻ. ഈ ഓഫറിൻ്റെ കൂടെ ചിക്കൻ 15 പീസ് ബ്രോസ്റ്റ് ചിക്കൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിപ്പോ ബണ്ണൊന്നും കാണത്തില്ല. അങ്ങനെ ഓർഡർ കൊടുത്ത് 10-15 മിനിറ്റ് കഴിയപ്പോൾ സാധനം കിട്ടി. ഇതാണ് ആ 15 പീസ് ചിക്കനും. താത്തയുടെ മക്കൾക്ക് 2 ബർഗർ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർക്ക് 2 ബർഗർ മേടിച്ചു. അത് മേടിച്ചത് ബർഗർ കിങ്ങിൽ നിന്നാണ്. 99 രൂപയ്ക്ക് 2 ബർഗർ കിട്ടും. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ മാള് ഓൾമോസ്റ്റ് കാലിയായി. ഇനിയുള്ളത് നമ്മുടെ മേളിൽ മൂവി ഷോ നടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും പോയായിരുന്നു. നമ്മളെല്ലാവരും എസ്കലേറ്റർ കഴി താഴേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോയും മാളിൽ പോയൊരു വീഡിയോയും മക്കളെയും കൊണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് കാഴ്ച കണ്ടത്. നമ്മുടെ എലിവേറ്ററിൻ്റെ ഒക്കെ ഹാൻഡ് റെയിലിൻ്റെ അവസ്ഥ കണ്ടോ? പ്രോപ്പർ മെയിൻ്റനൻസ് ഒന്നും കാണുന്നില്ല, എല്ലാം ഇളകി തുടങ്ങി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.